നമ്മുടെ നടനായിട്ടുള്ള ഷെയ്ൻ നിഗമിന് വരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷെയ്ൻ നിഗം തമിഴില് അരങ്ങേറ്റം കുറിക്കുന്ന പുതിയൊരു പടമാണ് മദ്രാസുകാരൻ. ഈ സിനിമയ്ക്ക് നേരെയും ഷെയ്ൻ നിഗമിന് നേരെയും വലിയ അറ്റാക്കാണ്. ആദ്യത്തെ കാര്യം, പുള്ളിക്കാരൻ്റെ നല്ല രീതിയിലുള്ള കലിപ്പ് ചിലർക്കുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അതിന് കുറച്ച് പിന്നിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു മലയാളിയായിട്ടൊരു നടൻ തമിഴ്നാട്ടിൽ ഹീറോ ആയിട്ട് അരങ്ങേറ്റം കുറിക്കുന്നു, നല്ലൊരു പടമാണെങ്കിൽ നമ്മൾ പോയി തിയേറ്ററിൽ പോയി കാണുക, പിന്തുണയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എപ്പോഴും സിനിമ എന്ന് പറയുന്നത് നടന്റെ രാഷ്ട്രീയം നോക്കിയിട്ട് നമ്മൾ പോയി കാണേണ്ട ഒരു കാര്യമല്ല. സിനിമയെ സിനിമയായിട്ട് വിടുക, നടന്റെ രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് വിടുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ കുറെ കാലമായിട്ട് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിന്റെ രാഷ്ട്രീയം, മോഹൻലാൽ അമ്പലത്തിൽ പോകുന്നത്, മോഹൻലാലിന്റെ ആചാരം, മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്യുന്നു. സുരേഷ് ഗോപിക്ക് BJP എന്നുള്ള രീതിയിൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഒരു പടം വരാൻ നേരത്ത് ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നു. പടം പൊട്ടി എന്നൊക്കെ കുറെ ആൾക്കാർ ഭയങ്കര നെഗറ്റീവ് അടിച്ചു വിടുന്നു. ലാസ്റ്റ് ഉണ്ണിമൂന്തനും ഇതുപോലെ പ്രധാനമന്ത്രിയോടൊപ്പം നിന്നു എന്നുള്ള പേരില്, പ്രധാനമന്ത്രിക്ക് ജന്മദിനാശംസ അർപ്പിച്ചു എന്നുള്ള പേരില്, അല്ലെങ്കിൽ തന്റെ വിശ്വാസപരമായിട്ട് അമ്പലത്തിലോ അല്ലെങ്കിൽ ഹനുമാന്റെ ഒക്കെ ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു എന്നൊക്കെ പേരില് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അറ്റാക്ക് ആദ്യമൊക്കെ തുടങ്ങി വെച്ചത് ആരാണെന്ന് നമുക്കറിയാം. എന്നാൽ ഇതേ മാതൃകയിൽ ആ അറ്റാക്കിനിരയായവരുടെ ഗുഹാത്തിൽപ്പെടുന്ന ആൾക്കാർ തിരിച്ച് ഇപ്പോ ഷെയ്ൻ നിഗമിന് നേരെയും അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഉണ്ടാകുന്ന നഷ്ടം മാത്രമേ ഉള്ളൂ. ചില നല്ല സിനിമകൾ പൊട്ടിപ്പോകാനും ചില മോശം സിനിമകൾ ഹിറ്റ് ആകാനും ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളതല്ലാതെ ഇവരുടെ കരിയറിൽ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ ഇതുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയപരമായിട്ട് ഒരാൾ ചായ്വുണ്ടായി ഒരാൾ വന്ന് സപ്പോർട്ട് ചെയ്തു എന്നുള്ള പേരിലൊന്നും അവരുടെ കരിയറിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാക്കാനൊന്നും സാധിക്കത്തില്ല. പക്ഷെ ഇവരുടെ കൂടെ ജോലി ചെയ്യുന്ന കുറെ ആൾക്കാരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണ് ഒരു സിനിമ എന്നൊക്കെ പറയുന്നത്. ചിലപ്പം ഒന്ന് രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷയൊക്കെ ആയിരിക്കും, അവസാനത്തെ പ്രതീക്ഷയൊക്കെ ആയിരിക്കും ഒരു സിനിമയൊക്കെ ഇറക്കാൻ. അതൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. കുറെ നാളുകൾക്ക് മുമ്പ് ഈ ഷെയ്ൻ നിഗമിന്റെ ഒരു ഇഷ്യൂ എന്താന്ന് വെച്ചാൽ, ഈ ഒരു ഇന്റർവ്യൂവിൽ ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്ന സിനിമ നമുക്കറിയായിരിക്കും. ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻ വർക്കിന്റെ സമയത്ത് ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഇന്ത്യ എന്നുള്ള രീതിയിൽ UMFI എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷെയ്ൻ നിഗമും അതുപോലെ തന്നെ ബാബുരാജ് ഇരുന്നുകൊണ്ട് കോമഡി പറയുകയും കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറിന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരൊക്കെ വളരെ മോശമായ രീതിയിൽ പറയും. പെട്ടെന്ന് ഷെയ്ൻ നിഗമിന് വരെ വലിയ രീതിയിൽ അറ്റാക്ക് ഉണ്ടായും. ഷെയ്ൻ നിഗം മാപ്പ് പറയും നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത്തരത്തില് ചില പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഫലസ്തീൻ വിഷയത്തിലൊക്കെ ഷെയ്ൻ നിഗമിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സുഡാപ്പി എന്നൊക്കെ സ്വന്തം സ്റ്റോറിയിലൊക്കെ എഴുതി വിടുന്നു. ചില ആൾക്കാരൊന്നും ഷെയ്ൻ നിഗം ആ പറഞ്ഞത് നന്നായെന്നും അല്ലെങ്കിൽ മോശമാണെന്നുള്ള പേരിൽ ഒരു നോട്ടപ്പുള്ളിയെ പോലെ ഷെയ്ൻ നിഗമിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷെയ്ൻ നിഗമിന്റെ ചിലപ്പം പുള്ളി വ്യക്തിപരമായിട്ട് പാവമായിരിക്കും, പക്ഷെ ചെയ്യുന്ന പല പരിപാടിയിലും ഭയങ്കരമായിട്ട് പുള്ളിക്കാരന് ശത്രുക്കൾ ഉണ്ടാവുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇത് സിനിമയെ ബാധിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇന്ന് ഞാൻ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന് പറയുന്ന ഒരു വക്കീലുണ്ട്. ഈ വക്കീലിന്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. മദ്രാസുകാരൻ തിയേറ്ററിൽ വെളിച്ചെണ്ണ ഫ്രീ ആയി കിട്ടുന്നതാണ് #UMF എന്നുള്ള പേരിൽ ഷെയ്ൻ നിഗമിന്റെ പുതിയൊരു പടത്തിന്റെ പോസ്റ്റർ എടുത്തിട്ട് പുള്ളിക്കാരൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ് ഈ കുറിപ്പ്. ഇതുപോലെ കുറെ കുറിപ്പുകൾ സോഷ്യൽ മീഡിയ കിടപ്പുണ്ട്. ഷെയ്ൻ നിഗമിന്റെ പടം കാണൂല, അല്ലെങ്കിൽ നമ്മൾ ഇവനെ പോലുള്ള ആൾക്കാരുടെ സിനിമ കാണരുത് എന്നുള്ള രീതിയിൽ വലിയ വലിയ കുറിപ്പുകൾ സോഷ്യൽ മീഡിയ കിടപ്പുണ്ട്. അതുപോലെ കൃഷ്ണരാജ് എന്ന് പറയുന്ന വ്യക്തി ഇട്ടിരിക്കുന്ന കുറിപ്പാണ്. അതിന്റെ ഒരു ഹാഷ്ടാഗ് നോക്കി കഴിഞ്ഞാൽ UMF എന്ന് കൊടുത്തിട്ടുണ്ട്. ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നുള്ള രീതിയിൽ അന്നത്തെ കലിപ്പ് ഇവിടെ തീർക്കുന്നതാണ്. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉണ്ണിമുകുന്ദനെതിരെ ഒരു 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 ചാനലിൽ ഒരു ഡയലോഗ് പറഞ്ഞാണ്, പെട്ടെന്ന് പറഞ്ഞാണ്, പക്ഷെ അത് വളരെ വലിയ രീതിയിൽ നെഗറ്റീവ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു തിരിച്ച് അടി എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത്. കൃഷ്ണരാജ് വക്കീലിന്റെ പോസ്റ്റ് കയറി നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഉണ്ണിമുകുന്ദനെ പുള്ളിക്കാരൻ വിമർശിക്കുന്നുണ്ട്. അപ്പൊ ഇത് സിനിമയായിട്ട് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ മോഹൻലാലായാലും അല്ലെങ്കിൽ ഈ സുരേഷ് ഗോപി ആയാലും ഉണ്ണിമുകുന്ദനായാലും അവരവരുടെ രാഷ്ട്രീയവും അവരവരുടെ വ്യക്തി ജീവിതം അവരവരുടെ ഇഷ്ടം വിശ്വാസമൊക്കെ ആയിട്ട് പോകുമ്പോൾ വെറുതെ പൊന്നാലെ പോയിട്ട് അമ്പലത്തിലൊക്കെ നിൽക്കുന്ന ഈ നമ്മുടെ മോഹൻലാലിന്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള സ്പേസിലേക്ക് ചെന്നിട്ട് മോഹൻലാൽ ചെയ്യുന്ന എല്ലാം അനാചാരമാണെന്നൊക്കെ പറയും, ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഇതിന്റെ ഒരു വലിയ റിയാക്ഷൻ ആണ് ഇപ്പോൾ ഷെയ്ൻ നിഗമിനെ പോലുള്ള ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആര് തുടങ്ങി വെച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. തുടങ്ങി വെച്ചവർക്കുള്ള അടി ഇപ്പോഴാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സിനിമയായിട്ട് കാണുക, അത് ആ വഴിക്ക് അങ്ങ് വിടുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നല്ല സിനിമയാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം, അല്ലെങ്കിൽ വിട്ടേക്ക്. അത് മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും ഉണ്ണിമുകുന്ദനായാലും ഷെയ്ൻ നിഗമിന്റെ ഒക്കെ നല്ല പടങ്ങളൊക്കെ ഉണ്ട്. ഒരു ലാസ്റ്റ് രേവതിയായിട്ടൊക്കെ വന്നൊരു പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല രീതിയിലുള്ള പടങ്ങളൊക്കെയാണ്. പക്ഷെ പലപ്പോഴും നടന്മാരുടെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഇവരുടെ സിനിമ നല്ലതാണെങ്കിൽ പോലും
നശിപ്പിച്ച് കളയുന്ന ഒരു കലാപരിപാടി അടുത്ത കാലത്ത് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഷെയ്ൻ നിഗം എന്ന് പറഞ്ഞ നടനെയാണോ ഇഷ്ടം, അതോ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നടനെയാണോ ഇഷ്ടം? നിങ്ങൾക്ക് എന്താണ് ഷെയ്ൻ നിഗം എന്ന് പറയുന്ന നടനോടുള്ള അഭിപ്രായം? വ്യക്തമായി കമന്റ് ബോക്സിൽ നിന്ന് എഴുതാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഷെയ്ൻ നിഗമിന്റെ പടം തിയേറ്ററിൽ പോയി കാണും, യെസ് ഓർ നോ എന്നറിഞ്ഞാൽ മതി. അപ്പം കമന്റ് ബോക്സ് നോക്കുമ്പോൾ അറിയാമല്ലോ ഈ ആൾക്കാരുടെ വികാരം എങ്ങനെയാണ്. അതേത് പേജ് കാണും, നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്നതിനും പരിഗണിക്കുക. പേജ് ഫോളോ ചെയ്യുക, അതോടൊപ്പം ഒരു കമന്റ് ഇടുക.